ഓണം. എല്ലാവരും ഈ ഓണാഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഞാനും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൂ പറിക്കാൻ വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാനും വേറൊരാളും ചേർന്ന് കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇത്രയും സമയമായിട്ടും ആളെ കാണുന്നില്ല. ആളെ എവിടെയാണോ എന്തോ. ഹലോ സ്വാതി, ഞാനിവിടെ ഉണ്ടേ. എൻ്റെ പൊന്നി പറ്റുന്നില്ല. ഇത് കറക്റ്റാണോ? അതെ, ഞാൻ കുറച്ച് താമസമായി. എന്തായാലും നേരമായിട്ട് ഇവിടെ പറയട്ടെ, നമ്മൾ എന്തായാലും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തല്ലേ. അപ്പൊ ഞാൻ വെച്ചു ഉടുത്തൊരുങ്ങി സിന്ധിയായിട്ടൊക്കെ വരാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അത് പറഞ്ഞില്ലേ നമ്മുടെ പ്രേക്ഷകരോട്. പറ. അപ്പോൾ നമ്മൾ ഓണമൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ ഈ ആചാര അനുഷ്ഠാനങ്ങളും കൂടി ഒന്ന് നമുക്ക് അറിഞ്ഞു വെക്കണമല്ലോ. ഈ ഓണാഘോഷത്തിന്റെ തിരക്കില് നമ്മൾ കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകുകയാണ്. അതെ, അപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അമ്പലങ്ങളിലേക്ക്. അപ്പൊ നമ്മുടെ പരിപാടിയുടെ പേരെന്താ? ടെമ്പിൾ റൺ. അപ്പൊ വാ പോവാ. അപ്പോൾ ടെമ്പിൾ റൺ തുടങ്ങുന്നത് തന്നെ തൃക്കാക്കരയിൽ നിന്ന്. അതെ, തൃക്കാക്കര തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അത് ഓണവുമായിട്ട് അത്രയും അടുപ്പമുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമേ ഈ വാമന പ്രതിഷ്ഠയുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. അതായത് ഈ ഓണം തുടങ്ങുന്നത്, ഓണത്തിന്റെ ഓളം തുടങ്ങുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. അതെ, അപ്പൊ ഈ മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ ടെമ്പിൾ റൺ അങ്ങ് ആരംഭിക്കാം. ഇവിടെ ഉത്സവം നടക്കുകയാണ്, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് ഈ തൃക്കാക്കരയിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞില്ലേ, 10 ദിവസം ഇവിടെ ഉത്സവമാണ്, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഈ 10 ദിവസവും ദേവനെ ആനയുടെയും മേളത്തിന്റെയും അകമ്പടിയോട് കൂടിയിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കല്ലേ. അതെ, അപ്പൊ നമ്മുടെ പുറത്താണെങ്കിൽ നല്ല കീർത്തനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഈ ശ്രീഭൂതബലിയൊക്കെ എല്ലാ ദിവസവും ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത് ഭഗവാന്റെ കാവൽക്കാരായിട്ടുള്ള ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. ഇതിന് മാത്രമല്ല, ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ തമിഴ്നാടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗീയ ശ്രദ്ധിക്കാൻ പറ്റുമോ? അതെനിക്കറിയില്ല. അതായത് അങ്ങ് ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ തമിഴ് വൈഷ്ണവ കവികളായ ആഴ്വാർമാർ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അവർ പാടി പുകഴ്ത്തിയ 108 ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വാമനമുട്ടി ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ തൃക്കാക്കര എന്നുള്ളൊരു പേര് വന്നു എങ്ങനെയാണെന്നറിയാമോ? അതായത് ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ്, അതുകൊണ്ട് തൃക്കാൽക്കര. ആ പേര് പറഞ്ഞാണ് പിന്നെ ഈ തൃക്കാക്കര എന്നുള്ള പേര് വന്നത്. ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണം ആണ് ശരിക്കും മാവേലി വാമനൻ എന്നുള്ള സങ്കല്പം. ആ സമയത്താണ് അത്തരം അവരെയൊക്കെ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായി ഓർക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ ഈ ഓണമൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ അത്തപ്പൂക്കളം, സദ്യ അല്ലെങ്കിൽ ഓണക്കോടി ഇതൊക്കെ. പക്ഷെ അതിനെക്കാട്ടി എല്ലാം ഉപരി ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു ടച്ച് കൂടി തന്നെ ഉണ്ട്. അതായത് ക്ഷേത്രങ്ങളിൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളും പൂജകളും ഒക്കെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. പുറത്ത് മറ്റു തരത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിൽ കൂടിയും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ ഭക്തിസാന്ദ്രമായി ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരിക എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
തൃക്കാക്കര ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര ദേവസ്വം. ഇവിടെ ചിങ്ങമാസത്തിലെ തിരുവോണം ആറാട്ടായിട്ടാണ് ഉത്സവം നടന്നു വരുന്നത്. അത് 10 ദിവസത്തെ ഉത്സവം. അത് വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും സഹകരിച്ച് തന്നെയാണ് നടത്തുന്നത്. കൂടാതെ അന്നദാനം ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് അന്നദാനം നടത്തി വരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ തെക്കുംദേവർ സ്വയംഭൂവായിട്ടുള്ള മഹാദേവൻ്റെ ഒരു ക്ഷേത്രം കൂടി ഇതിനോട് ചേർന്നുണ്ട്. അവിടെയും മഹാശിവരാത്രി അങ്ങനെ വിശേഷ ദിവസങ്ങൾ കൊണ്ടാടി വരുന്നു. ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണല്ലോ കൂടുതൽ തിരക്ക് വരുന്നത്. ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ്. പിന്നെ തിരുവോണത്തോടനുബന്ധിച്ച് കൂടുതൽ തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ വെക്കേഷൻ ടൈം കൂടെയാണല്ലോ. പ്രധാന വഴിപാട് എന്താണ്? വഴിപാടായിട്ട് പാൽപ്പായസമാണ് മെയിൻ വഴിപാട് വാമനമൂർത്തിക്ക്. അപ്പോൾ സ്വാതി, നമ്മുടെ തൃക്കാക്കര അമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ കണ്ടു. അപ്പോൾ ഇനി എന്താ പരിപാടി? നമുക്കേ ഒരു പായസം കുടിച്ചാലോ? പായസോ? പായസം എവിടെയാ കിട്ടുക? അമ്പലപ്പുഴയാണോ? പോയാലോ? എന്നാ പിന്നെ പോയേക്കാം. സ്വാതി, അങ്ങനെ ഓണവിശേഷങ്ങൾ തൃക്കാക്കര അമ്പലത്തിന് ശേഷം നമ്മളിതാ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടിയാണ് നമ്മൾ അറിയാൻ പോണേ അല്ലേ? തൃക്കാക്കരയിൽ നമ്മൾ ഒരുപാട് ഓണവിശേഷങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു കഥ എന്താണെന്നറിയാമോ? ഈ മാവേലി പ്രജകളെ കാണാനായിട്ട് ഈ നാട്ടിലേക്ക് വരുന്ന സമയത്തെ ഈ നമ്മുടെ ഈ ശ്രീകൃഷ്ണനാണ്, അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമിയിലെ ഉണ്ണിക്കണ്ണനാണ് ഈ മാവേലി സ്വീകരിക്കാൻ എത്തുന്നതെന്ന് പറയുന്ന ഒരു പുരാണം ഉണ്ട്, ഒരു ഐതിഹ്യം ഉണ്ട്. അത് അഞ്ജലി പറഞ്ഞത് ഒരു പുരാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം. മറ്റൊരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യം ഐതിഹ്യം ഓണവുമായി ബന്ധപ്പെട്ട് ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ചമ്പക്കുളം മൂലം വള്ളംകളി. അത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആ വള്ളംകളി നടത്തുന്നത്. അത് ശരിക്കും മിഥുനമാസത്തിലെ മൂലം നാളിലാണ് നടത്തുന്നത്. പക്ഷെ ഈ ഔദ്യോഗികമായിട്ട് ഈ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ്. നമ്മൾ ഓണം വന്നു, ഓണം വരാറായി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, ഒരു വള്ളംകളി ആരംഭിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ഈ അമ്പലവും അതൊന്നും മാത്രമല്ല, ഇതിന് അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇതിനകത്തെ മറ്റ് കാഴ്ചകളൊക്കെ എന്താണ് എന്ന് കൂടി നമുക്ക് ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അതെ. അത് നമ്മളിങ്ങനെ ഒരു ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ദൈവികമായ ഒരു സ്ഥലത്താണ്. പക്ഷേ നമ്മുടെ പിന്നിൽ ഒരു ചരിത്ര സ്മാരകം കൂടിയുണ്ട്. അത് ഈ ഭക്തി മാത്രമല്ല, അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ മാത്രമല്ല, ശരിക്കും സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിലേറ്റവും അതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ മിഴാവ് എന്നുള്ളത്. ഈ തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുമാണ്.
ആ കഥ അഞ്ജലിക്ക് അറിയുമോ? പിന്നെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യമായിട്ട് കുഞ്ചൻ നമ്പ്യാര് ഓട്ടം തുള്ളൽ, അതായത് കല്യാണ സൗഗന്ധികം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട ഒരു അപമാനത്തിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ടാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ കഥ എഴുതുകയും അത് ഇവിടെ വന്ന് തുള്ളൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തുള്ളൽ വലിയ തരത്തിലുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു കലാരൂപമായിട്ട്, ക്ഷേത്ര കലാരൂപമായിട്ട് മാറുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കിവിടെ വന്ന് ഇരിക്കാൻ പറ്റിയതിൽ അല്ലെ വലിയൊരു സന്തോഷമുണ്ട്. അഞ്ജലി, ഒരുപാട് വിസ്തൃതിയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കാരണം ഇത്രയും വർഷം മുൻപ് പണിത അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണല്ലോ, അന്ന് മുതലുള്ളതാണല്ലോ. കേരളത്തിലെ ഒരു മേജർ ക്ഷേത്രം തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അങ്ങനെ കിട്ടിപ്പോയി. അങ്ങനെ നമ്മള് കാത്തിരുന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നത് കിട്ടുമോ. അതെ, ഇത് എപ്പോഴും കിട്ടാൻ വളരെ സുലഭമായിട്ട് കിട്ടില്ല. വൈകുന്നേരം കൂടി ആയിട്ട് നമ്മൾ വിചാരിച്ചു കിട്ടുമെന്നൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ അവസാനം അത് കിട്ടി. അപ്പൊ ഒരുപാട് പ്രത്യേകതയുള്ള നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇനി ഇതിപ്പോ രുചിച്ച് നോക്കാതെ എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി ഇവിടെ നിന്നും ഇതേ ചേരുവകൾ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയാൽ ഈ രുചി വരില്ല എന്ന് പറയുന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എന്തോരം ക്ഷേത്രങ്ങളുണ്ട്, കൃഷ്ണക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ പാൽപ്പായസം ഇത്രത്തോളം ഒരു പ്രസിദ്ധി വന്നിട്ടില്ല. ഇതിന്റെ ഒരു എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൽ അമ്പലപ്പുഴ പാൽപ്പായസം തന്നെയാണ്. പക്ഷെ ഇതിന് വേറെ പേരുണ്ട്, അറിയാമോ? ഇല്ല. ഗോപാല കഷായം എന്നാണ് ഇതിന്റെ പേര്. ഞാൻ ഈ ഫുഡിന്റെ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. ഈ ഗോപാല കഷായം എന്ന പേര് വരാൻ കാരണം ഈ കഷായത്തിൽ നമ്മൾ വെള്ളം ഒരുപാട് ചേർത്ത് അതിങ്ങനെ വറ്റിച്ച് എടുക്കാറ്. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യം കുറുകിയ അവസ്ഥയിലാണ്. ഒരു എന്താ പറയാ, ഒരു ചെറിയ ഒരു പിങ്ക് കളറിലാണ് ഈ സ്വർണ്ണ നിറം എന്ന് പറയുന്നത് ഇതിന്. ഇപ്പൊ നമ്മുടെ ഒരു ആകെ ഒരു എന്താണ്, ഇത് കഴിച്ചു നോക്കുക, രുചിച്ച് നോക്കുക. രുചിച്ച് നോക്കുക. നമുക്ക് പാൽപ്പായസം രുചിക്കാം ഇനി അല്ലേ? അതെ. സ്വാതി, അങ്ങനെ അമ്പലപ്പുഴ ക്ഷേത്രം നട നിൽക്കുകയാണ് നമ്മള്. അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടു. ഇനി എന്താണ് എന്റെ മനസ്സിൽ അപ്പം മുതൽ കിടക്കുക കേട്ടോ, നമ്മള് പായസം ഓക്കെ പിടിച്ചു നോക്കല്ലേ? ട്രൈ ചെയ്യും. ഗംഭീരല്ലേ? എത്ര നാളത്തെ ആഗ്രഹമായിരുന്നല്ലേ. വെറും 3 ചേരുവകൾ മാത്രം ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പായസം. അടിപൊളി പായസം. വെറുതെ ഇത്രയും ആരാധകരല്ലേ ഈ അമ്പലപ്പുഴ പായസം. ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പായസത്തിന് വേണ്ടി മാത്രം ആളുകൾ ഇങ്ങനെ തിക്കൂട്ടുന്നതൊക്കെ. പ്രത്യേകിച്ച് തിരുവോണ ദിവസങ്ങളാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഒരു വെളുപ്പിന് 3 മണിക്കൊക്കെ ഇവിടെ പായസം റെഡി ആകും. ആ സമയത്തൊക്കെ തന്നെ ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ടാവും ആളുകളൊക്കെ. അപ്പൊ അഞ്ജലി, പായസം ഒക്കെ കുടിച്ചല്ലോ, ഇനി എന്താ അടുത്ത പ്ലാൻ? ഇനിയിപ്പോ നമുക്ക് ഒരു സദ്യ ആയാലോ? സദ്യ ആണെങ്കിൽ നമുക്ക് ആറന്മുളയിലേക്ക് പോവാം. അത് നല്ല ഐഡിയ. ഇപ്പൊ അവിടെ വള്ളസദ്യ നടക്കുന്ന സമയല്ലേ? ഏകദേശം 60 കൂട്ടം വിഭവങ്ങളുമായിട്ട് വേറെ നോക്കട്ടെ, നമുക്ക് എന്താ ആറന്മുളയിൽ പോവാം. അതെ, അപ്പോൾ എന്താ അങ്ങോട്ട് പോവാം. അഞ്ജലി, അപ്പൊ നമ്മള് തൃക്കാക്കരയിന്ന് അമ്പലപ്പുഴ എത്തി. അവിടുന്ന് പാൽപ്പായസം ഒക്കെ കുടിച്ചു. അതെ, ഈ പാൽപ്പായസം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സദ്യ കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞത്. അപ്പൊ സ്വാതി എന്നോട് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്നാല് നല്ലൊരു അടിപൊളി സദ്യ കിട്ടും. നമ്മൾ എവിടെയാ എത്തിയിരിക്കുന്നത്? തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തില്. ഇവിടെ ഇപ്പോൾ അഞ്ജലി പറഞ്ഞതുപോലെ വള്ളസദ്യ ഉണ്ട്. അവിടെ സദ്യ കഴിക്കാൻ പോവാം.
സദ്യ കഴിക്കാൻ പോകാം. ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്, വള്ളസദ്യയൊക്കെ നടക്കുകയാണ്. ഈ സദ്യ മാത്രമല്ല, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഈ ആറന്മുള എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആറന്മുള വള്ളംകളി, പിന്നെ ആറന്മുള വള്ളസദ്യ, പിന്നെ ആറന്മുള കണ്ണാടി, ഇതൊക്കെയാണ്. ഈ വള്ളം കളി എന്ന് പറയുന്നത് ഉത്രട്ടാതി ദിനത്തിൽ, തിരുവോണം കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ തിരുവോണത്തിന്റെ അന്ന് തിരുവോണത്തോണി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വള്ളസദ്യ കഴിക്കാം. ഇതൊക്കെ എന്താണെന്ന് കൂടി അറിയണ്ടേ? അപ്പൊ ആദ്യം അമ്പലം ഒന്ന് കയറി തൊഴുത് ചുറ്റി കണ്ടിട്ട് വള്ളസദ്യ കഴിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അതെ. അപ്പൊ നമ്മള് ഭഗവാനെ നല്ല വൃത്തിയെ കണ്ടു തൊഴുതല്ലേ. ഓണസമയമാണെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, നല്ലോണം കണ്ട് തൃപ്തിയായി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാർത്ഥസാരഥിയാണ്. പാർത്ഥസാരഥി എന്ന് വെച്ചാൽ പാർത്ഥൻ എന്ന് വെച്ചാൽ അർജുനന്റെ സാരഥിയാണ് ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐതിഹ്യം അല്ലെങ്കിൽ സംസ്കാരമൊക്കെ പറയാനുള്ള ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാതി, നമ്മൾ ക്ഷേത്രമൊക്കെ ചുറ്റി നടന്ന് കണ്ടതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടി ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് നമ്മോടൊപ്പം ചേർന്നുണ്ട്. ചേട്ടാ, ഈ ഒരുപാട് കേട്ടറിഞ്ഞ് വന്നതാണ് ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഈ ഓണവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ ക്ഷേത്രവും ഓണവും തമ്മിലുള്ള ഒരു ബന്ധം? ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടുത്തെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവര് പ്രതിഷ്ഠിച്ചാണ്. അപ്പോൾ പാർത്ഥൻ പ്രതിഷ്ഠിച്ചായതുകൊണ്ട് പാർത്ഥസാരഥി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കർഷകർ അവരുടെ വിളവൊക്കെ എടുത്ത ശേഷം വള്ളത്തിൽ ആറന്മുള ക്ഷേത്രത്തിലെത്തുകയും ഭഗവാനുള്ള വിഹിതം അവിടെ സമർപ്പിക്കുകയും ഇവിടെ ഇരുന്ന് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാർഷിക സംസ്കാരമാണ് ഇവിടുത്തെ വള്ളസദ്യയും അതുപോലെ വള്ളം കളിയുമെല്ലാം. ചന്ദ്രചൂടൻ ഭഗവാന്റെ ചന്ദ്രചൂടൻ ഭഗവാന്റെ സുദനം ഐങ്കര പൈതൽ ഹരിയും ശ്രീ ഭഗവതി ഹരനും പാർവതീദാനും. ഈ വള്ളസദ്യ എന്ന് പറയുന്ന ആചാരത്തിലൂന്നി രുചികരമായിട്ട് നടത്തുന്ന ഏറ്റവും മഹത്തരമായ ഒന്നാണ്. എന്തും ഭഗവാന് കൊടുത്താൽ അത്രയ്ക്ക് നമുക്ക് അഭീഷ്ട കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു അന്നദാന പ്രഭു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ ഒരു വഴിപാടാണ് വള്ളസദ്യ. ഇത് നാൾക്ക് നാൾ കൂടി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ചരിത്രപരമായിട്ട് എല്ലാ വർഷത്തേക്കാളും കൂടുതൽ 546 വള്ളസദ്യകളും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും നടത്തി. ഇടയ്ക്ക് പ്രളയം ഉണ്ടായി 3-4 ദിവസം നിന്നിട്ട് പോലും ഒന്നും അടുത്ത വർഷത്തേക്ക് പോയിട്ടില്ല. ഈ വർഷം തന്നെ നടത്താൻ ഭക്തർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് 64 കൂട്ടം വിഭവങ്ങളും 20 കൂട്ടം വിളിച്ചു ചോദിച്ച് ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള ശ്ലോകം പാടി അത് കൊണ്ടുവരുമെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത് ലോകത്ത് വേറെ എങ്ങുമില്ല.
അഞ്ജലി വയറൊക്കെ നിറഞ്ഞില്ലേ? പിന്നെ അടിപൊളിയായിട്ട് അങ്ങനെ 64 കൂട്ടം കറി കൂട്ടി ആറന്മുള വള്ളസദ്യ ഞാൻ അങ്ങനെ കഴിച്ചു. അഞ്ജലിക്ക് എന്തായാലും സംതൃപ്തി ആയല്ലോ അല്ലേ? ഈ വള്ളസദ്യ മാത്രമല്ല കേട്ടോ, ഈ അമ്പലത്തിന്റെ ഒരുപാട് പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചില്ല. ഈ അമ്പലത്തിന് മാത്രമല്ല, നമ്മളിപ്പോ കഴിഞ്ഞ 2 അമ്പലം നോക്കിയില്ലേ. ആദ്യം നമ്മൾ പോയ തൃക്കാക്കര അമ്പലത്തിലാണ്. അവിടുത്തെ വാമന പ്രതിഷ്ഠയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ പാൽപ്പായസം കുടിച്ചു. അവിടെ ആറന്മുള വന്നപ്പോ ഇവിടുത്തെ സദ്യയും കഴിച്ചു. എന്തായാലും ഈ അമ്പലമൊക്കെ ഓണം ആയിട്ട് ഇത്രമാത്രം ബന്ധമുണ്ടെന്ന് ആ കഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അത് നമുക്ക് പ്രേക്ഷകർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. അതെ, അപ്പൊ ഈ ഓട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ ന്യൂസ് മലയാളത്തിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. സൈനിങ് ഓഫ് ഫ്രം അഞ്ജലി, സ്വാതി.